വളർന്നു വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നമ്മൾ മുഖവിലക്കെടുക്കുന്നു. നമ്മളെ ഒരു കാലഘട്ടത്തിലും ഒരു ഘട്ടത്തിലും നമ്മൾ സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്ന് പുറകോട്ട് നിന്നിട്ടില്ല. മറിച്ച് ഈ സമൂഹമെന്ന് അല്ലെങ്കിൽ പൊതുസമൂഹമെന്ന് പറഞ്ഞു പഠിപ്പിക്കപ്പെടുന്ന ആളുകളുടെ ഇടയിലുള്ള എല്ലാ മൂല്യച്യുതികൾക്കും കൂട്ടുനിൽക്കേണ്ടവനാണ് ഒരു താടി വെച്ച, ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച, ഇസ്ലാമിക ശിആറുകളോട് കൂടി ജീവിക്കുന്ന മുസ്ലിം എന്നത് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് ഉറക്കെ പറയേണ്ടതുണ്ട്, അത്തരം സകല ച്യുതികളുടെയും ഇടയിൽ കാണുന്നവനല്ല മുസ്ലിം. എന്നാൽ സമൂഹം എന്ന നിലക്ക് ഇവിടെ ജീവിക്കുന്ന സമൂഹത്തിൽ ഏതർത്ഥത്തിലുള്ള നന്മകളുടെ സാഹചര്യങ്ങളുണ്ടോ അവിടെയെല്ലാം ഒരു വിശ്വാസിയുടെ സാന്നിധ്യം പൂർണ്ണമായും ഉണ്ടാവുകയും അത്തരം സാന്നിധ്യം നമ്മൾ ബോധപൂർവം സൃഷ്ടിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജീവിച്ച പ്രവാചകനാണ്. അങ്ങാടികളിൽ നിന്ന് മാറി നിന്നവനല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അങ്ങാടിയിലുള്ള ഒരു ചളിയും കറയും ദേഹത്തിലോ വസ്ത്രത്തിലോ ശരീരത്തിലോ വിശ്വാസത്തിലോ പറ്റാതെ അങ്ങാടികളിലൂടെ നടന്നുപോയി കച്ചവടം നടത്തുന്ന ആളുകളുടെ ഗോതമ്പ് മണികൾക്കുള്ളിലേക്ക് കൈയിട്ട് പരിശോധിച്ച് നനഞ്ഞ ഗോതമ്പുകൾ ഉള്ളിൽ വെച്ച് നിങ്ങൾ ആളുകളെ പറ്റിക്കുകയാണോ എന്ന് ചോദിക്കാൻ ധൈര്യം കാണിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങാടിയിലെ ചളി എന്റെ ദേഹത്ത് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങാടി എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥലമായത്. അതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ പള്ളിയാണ്. പക്ഷെ അങ്ങാടിയിൽ ഒരിക്കലും ഇറങ്ങാതെ നിൽക്കുകയോ മഠങ്ങളിൽ പോയി സന്യസിക്കുകയോ ചെയ്യാനല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. മറിച്ച് ജനങ്ങൾക്കിടയിലാണ് റസൂലുള്ളാഹി ജീവിച്ചത്. യുദ്ധത്തിന്റെ മുൻനിരയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. വിവാഹത്തിന്റെ സദസ്സുകളിൽ ആളുകൾക്ക് ആശ്വാസവും ആളുകളുടെ കൂടെ സന്തോഷം പങ്കിട്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. എന്നാൽ അതേ വിവാഹ പേക്കൂത്തുകൾ നടക്കുന്നിടത്ത് നിന്ന് അല്പം മാറി നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു എന്നത് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ അർത്ഥത്തിൽ എവിടെയാണോ സമൂഹത്തിൽ ച്യുതികളുള്ളത് അവിടെ നിന്ന് മാറി നിൽക്കുകയും ച്യുതികൾ സമൂഹത്തിന്റെ ദുർബലതകൾ ശരീരത്തിൽ പറ്റാതെ ജീവിതത്തിൽ പറ്റാതെ ക്രിയാത്മകമായ ഒരു സമൂഹ സൃഷ്ടിക്കുവേണ്ടി എല്ലാ നിലക്കും ഇടപെടുക എന്നതാണ് ഒരു വിശ്വാസിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിനെതിരെ പുതിയ പുതിയ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത്തരം ആരോപണങ്ങളുടെ നിജസ്ഥിതികൾ നമ്മൾ മനസ്സിലാക്കുകയും അവ മുഖവിലക്കെടുക്കുകയും ഇതര സമൂഹത്തിലെ അംഗങ്ങളോട്, ഇതര സമുദായത്തിലെ അംഗങ്ങളോട് ഏറ്റവും മാന്യമായി പ്രതിപ്രവർത്തിക്കണമെന്നും ഏറ്റവും മാന്യമായി അവരോട് പെരുമാറണമെന്നും പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹവും പഠിപ്പിച്ച പ്രവാചകനുമാണ് നമ്മുടെ പ്രവാചകൻ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഹബിശയിലേക്കാണ് മുസ്ലിങ്ങൾ ആദ്യം പലായനം നടത്തിയത്. ഹബിശ എന്നത് ഇസ്ലാമിക രാജ്യമായിരുന്നു. അബീസിനിയ എന്നത് അല്ലല്ലോ. ഇതര മത അനുയായികളായ ക്രൈസ്തവ വിശ്വാസികൾ ഭരിക്കുന്ന, വിവിധ വിശ്വാസികൾ തിങ്ങി താമസിക്കുന്ന ഇടമായിരുന്നു അന്നത്തെ അബീസിനിയ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാമല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് തീവ്രവാദ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഓരോ മുസ്ലിമും മുഖവിലക്കെടുക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഇതര മതവിശ്വാസികളുള്ള ഒരു സമൂഹത്തിനിടയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നത്, ഒരു വിശ്വാസിയായി ജീവിക്കാൻ പറ്റുമോ എന്നതാണ് അതിലേറ്റവും മർമ്മപ്രധാനമായ ചോദ്യം. നമ്മൾ ഉറക്കെ പറയേണ്ടിയിരിക്കുന്നു, അത് ഞങ്ങൾക്ക് പറ്റും. ഒരു വിശ്വാസിക്ക് ഏത് മത അനുയായിയാവട്ടെ, അയാളുടെ അയൽവാസിയായിട്ടുള്ളത്, അയാളുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്നത്, അവർക്കിടയിൽ സ്നേഹ സാഹോദര്യങ്ങളോടുകൂടി സമഭാവനയോടുകൂടി പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാനവികമായ കൊള്ളക്കൊടുക്കലുകളോടുകൂടി ഏറ്റവും സൗഹൃദത്തോടുകൂടി ജീവിക്കുന്നതിന് ഇസ്ലാം തടസ്സം നിന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ അങ്ങനെ ജീവിച്ചു പോകണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാമെന്ന് നമ്മൾ ഉറക്കെ പറയാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അയൽപ്പക്കക്കാരനാണ് വീട് വിൽപ്പനക്ക് വെച്ചത്. വീട് വിൽപ്പനക്ക് വെച്ചത് ജൂതനാണ്.
ജൂതൻ സാധാരണ വിലയിൽ നിന്ന് ഇരട്ടി വിലയാണ് പറഞ്ഞത്. ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ വീടിന് ഇരട്ടി വില എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്റെ അയൽവാസി ഒരു മുസ്ലിമാണ് എന്നതാണ്. ആ മുസ്ലിമിന് ഒരിക്കൽ പോലും തടസ്സമായിട്ടില്ല അയൽപക്കത്ത് മറ്റൊരു മതവിശ്വാസി അവിടെ ജീവിക്കുന്നത്. മറിച്ച് മറ്റേ മതവിശ്വാസിക്ക് തന്റെ അയൽപക്കക്കാരനൊരു മുസ്ലിമാണ് എന്നത് സംരക്ഷണമായി അനുഭവപ്പെടുകയായിരുന്നു, സുരക്ഷിത കവചമായി അനുഭവപ്പെടുകയായിരുന്നു. അയാൾ എന്നെ സംരക്ഷിക്കുമെന്ന ബോധമുണ്ടാവുകയായിരുന്നു. ആ ബോധം തന്നെയാണ് നമ്മൾ നമ്മുടെ അയൽപക്കക്കാരന് നൽകേണ്ടത്. ഇസ്ലാമിനൊരു അസ്ലുണ്ട്. ആ അസ്ല് മുസ്ലിങ്ങളോടും അമുസ്ലിങ്ങളോടും ഒക്കെയുള്ള അടിസ്ഥാനം തന്നെയാണ്. ലാ ലററ വലാ ളിറാറ എന്നതാണ് അസ്ൽ. ഒരു മുസ്ലിം ഉപദ്രവിക്കുകയോ ഉപദ്രവമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുകയില്ല എന്നതാണ്. മുസ്ലിം ആര് എന്നതിന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധങ്ങളായ ഡെഫിനിഷനുകൾ, വിവിധങ്ങളായ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊരു വിശദീകരണം എന്താണ്? അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിമായി ഒരു മുസ്ലിം വ്യക്തി പൂർണ്ണ മുസ്ലിമായി മാറുക എപ്പോഴാണ്? മറ്റുള്ള ആളുകൾ, അവന്റെ കൂടെ താമസിക്കുന്ന മുസ്ലിമുകൾ, അവന്റെ കൂടെ താമസിക്കുന്ന ആളുകളെല്ലാം അവന്റെ കയ്യിൽ നിന്നും അവന്റെ ഉപദ്രവത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തരായി സമാധാനപൂർണമായി ജീവിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിമായി മാറുക എന്നതാണ്. ഇവിടെ നമ്മുടെ ഇതര മത അനുയായികൾക്കോ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിയുന്ന ആളുകൾക്കോ താടി നീട്ടി വളർത്തുന്ന ആളുകളെ കാണുമ്പോൾ സംശയകരമായ സാഹചര്യം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് തിരുത്താൻ ഒന്നാമതായി ശ്രമിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ചിരിയിലൂടെ, നമ്മുടെ ഇടപെടലിലൂടെ, നമ്മുടെ നല്ല പെരുമാറ്റത്തിലൂടെ, നമ്മുടെ അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിലൂടെ, നമ്മളുടെ അവരോടുള്ള കൊള്ളക്കൊടുക്കലുകളിലൂടെ ഞങ്ങളും നിങ്ങളും ഈ രാജ്യത്തെ പ്രജകൾ തന്നെയാണ്. ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ മറ്റൊരു സമുദായവുമായിട്ടല്ല കരാർ. അതുകൊണ്ടാണ് ഇന്ത്യയെ ഏറ്റവും സവിശേഷമായ രാജ്യമായി ലോകത്ത് സലഫി പണ്ഡിതന്മാരെല്ലാവരും നോക്കിക്കണ്ടത്. കാരണം മറ്റൊരു മതവിഭാഗവുമായിട്ടല്ല നമ്മളുടെ കരാർ. ഇവിടെയുള്ള ഹൈന്ദവ വിഭാഗവും മുസ്ലിം വിഭാഗവും പരസ്പര കരാറിലല്ല. ഇവിടെയുള്ള ക്രൈസ്തവ വിഭാഗവും ഹൈന്ദവ വിഭാഗവും മുസ്ലിം വിഭാഗവും തമ്മിലല്ല കരാർ. ഇവിടെ കരാർ ആരുമായിട്ടാണ്? ഭരണഘടനയുമായിട്ടാണ്. മുസ്ലിങ്ങൾ ഭരണഘടനയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു, ഹൈന്ദവർ ഭരണഘടനയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു, ക്രൈസ്തവർ ഭരണഘടനയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. എല്ലാവരെയും ഏച്ചുകൂട്ടുന്ന കയറായി നിൽക്കുന്നത് നമ്മുടെ തുല്യതകളില്ല എന്ന് നമുക്ക് ഏറെക്കുറെ ഭൗതികാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്ന, മനുഷ്യരുടെ കരങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട എല്ലാ അർത്ഥത്തിലും ആ ഒരു അർത്ഥത്തിൽ പൂർണ്ണത അവകാശപ്പെടാൻ സാധിക്കുന്ന നമ്മുടെ ഭരണഘടന തന്നെയാണ്. ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഏറ്റവും സന്തോഷകരമായ സാഹചര്യം എന്താണ്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ, ഇഷ്ടമുള്ള മതം ആചരിക്കാൻ, ആ ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാൻ തുറന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കും അനുവദിച്ചു കൊടുക്കുന്ന ആ ഭരണഘടനയുടെ കരാറിലാണ് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത്. ആ കരാറിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതര ജീവിവർഗങ്ങളോട് ഇസ്ലാം പറയുന്ന കാര്യം നോക്കൂ. നിങ്ങൾ മനുഷ്യനോടുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മാത്രമാണോ? മരങ്ങളോട് ഇസ്ലാമിന് കാഴ്ചപ്പാടില്ലേ? ജീവികളോട് ഇസ്ലാമിന് ബന്ധവും കാഴ്ചപ്പാടുമില്ലേ? അറക്കാൻ കൊണ്ട് കെട്ടിയ ഉരുവിനെ നിങ്ങൾ തലോടിക്കൊടുക്കുന്നത് പുണ്യമാണെന്നും, ആ അറക്കാൻ നിൽക്കുന്നതിന് മുമ്പ് കത്തിക്ക് വേണ്ടത്ര മൂർച്ചയുണ്ടോ എന്ന് നോക്കുന്നത് സ്വതക്കയുടെ കൂലിയിൽപ്പെട്ട കാര്യമാണെന്നും, നിങ്ങൾ ആ ഉരുവിന് എത്ര ആശ്വാസം കൊടുക്കുന്നുവോ അത്ര അള്ളാഹു നിങ്ങൾക്ക് പരലോകത്ത് ആശ്വാസം തരുമെന്നുമുള്ള പാഠഭാഗങ്ങൾ പഠിപ്പിച്ച ഒരു മതത്തിന് സഹോദരങ്ങളെ, ഒരു മനുഷ്യനോടുള്ള പാഠഭാഗങ്ങളിൽ എന്തെങ്കിലും ഒരു ഭേദമുണ്ടാകുമോ? വ്യത്യാസമുണ്ടാകുമോ? ആ സാമൂഹ്യ കാര്യങ്ങൾ അതിശക്തമായി അടിവരയിട്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും സമൂഹത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് മുവഹിദുകളായ ആളുകൾ കടന്നുപോകുന്നത്. അവിടെ ഉണ്ടായി വന്നിട്ടുള്ള സംശയങ്ങൾ തീർച്ചയായും നമ്മൾ പ്രവാചക ചര്യയുടെ അടിസ്ഥാനത്തിൽ തന്നെ സംശയങ്ങൾ തീർക്കുകയും ഒട്ടും സംശയമില്ലാത്ത രീതിയിൽ നമ്മുടെ പൂർവികരായ ഇന്ത്യയിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ജീവിച്ചു പോയിട്ടുണ്ട്.
മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഇന്ന് ജീവിക്കുന്ന ലോകത്തെ പണ്ഡിത സാമ്രാട്ടുകളെക്കാൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട്, കേരളത്തിൽ ജീവിച്ചിട്ടുണ്ട്. അവർക്കൊരിക്കലും തോന്നിയിട്ടില്ല ഈ രാജ്യം ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ എന്തെങ്കിലും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രാജ്യമാണെന്ന്. അന്ന് ഇതിനേക്കാൾ കമ്മ്യൂണൽ പോളറൈസേഷനുള്ള സന്ദർഭമായിരുന്നു, സാമൂഹ്യ ധ്രുവീകരണങ്ങൾ നടന്നിരുന്ന സന്ദർഭമായിരുന്നു. അന്ന് ഇതിനേക്കാൾ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ശണ്ടകളും വർദ്ധിച്ച സമയമായിരുന്നു. ഇതുപോലുള്ള പരസ്പര കരാറുകളോ ധാരണകളോ ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. എന്നിട്ടും അവർക്കാർക്കും തോന്നിയിട്ടില്ല ഞങ്ങൾക്കാർക്കും ഈ നാട്ടിൽ ജീവിച്ചാൽ ഞങ്ങളുടെ ഈമാൻ പൂർത്തിയാകില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മറുനാടുകളാണ്, കൂടുതൽ ഇസ്ലാമികമായി ജീവിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമെന്ന് വിചാരിച്ചു പോകുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ദ്രോഹത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ കൂടി ഏൽക്കേണ്ടി വരുന്ന ദുഃഖകരമായ സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറക്കെ പറഞ്ഞേ മതിയാകൂ, ഇസ്ലാം അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കുന്നില്ല. തന്റെ മതം അംഗീകരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന കാലത്തോളം അള്ളാഹു അനുവദിച്ച ഭൂമിയാണ്. നമ്മളാരും ചോദിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, മറിച്ച് പടച്ചതമ്പുരാൻ അനുവദിച്ചതാണ് നിങ്ങൾ ഇവിടെ ജീവിക്കാന്നുള്ളത്. ആ അനുവദിച്ച ഭൂമി നമ്മുടെ സ്വരാജ്യമായി, നമ്മുടെ മാതൃരാജ്യമായി ഉൾക്കൊള്ളുകയും ആ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, ആ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനു വേണ്ടി പൂർണ്ണമായും ഒതുങ്ങി നിന്ന് മുന്നോട്ട് പോകേണ്ടവനുമാണ് ഒരു മുസ്ലിം എന്ന കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട സാഹചര്യം നമുക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇതര മത അനുയായികളുമായി എല്ലാ നിലക്കുമുള്ള മാനുഷികമായ സൗഹാർദ്ദവും സഹവർത്തിത്വവും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് ജീവിക്കാനുള്ള മാതൃക പ്രവാചകനിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളണം. പ്രവാചകൻ തന്റെ സേവകനായി, തന്റെ ജോലിക്കാരനായി ജൂതനായ ഒരു ചെറുപ്പക്കാരനെ വെച്ചു. നമുക്ക് ചരിത്രമറിയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ ജൂതനായ ചെറുപ്പക്കാരൻ മരിക്കാൻ നേരത്ത് പ്രവാചകൻ അയാളെ സന്ദർശിച്ചു, ആ കുട്ടിയെ സന്ദർശിച്ചു. എന്നിട്ട് പ്രവാചകൻ ആ കുട്ടിയോടും പിതാവിനോടുമായി പറഞ്ഞു, അസ്ലിം, നീ മരിക്കാൻ പോവാൻ. അതിനു മുമ്പും പ്രവാചകൻ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് മുസ്ലിം ആവണം, അതുകൂടി നമ്മൾ നിർവഹിക്കണം ഓരോ ഇതര മതവിശ്വാസികളോടും. ഇതാ ഇസ്ലാം എന്നത് നമ്മളുടെ എല്ലാവരുടെയും ദൈവത്തിന്റെ മതമാണ്. ആ മതത്തിലേക്ക് നിങ്ങൾ എല്ലാവരും കടന്നു വരണമെന്ന്. അവിടെ മാത്രമാണ് പ്രവാചകൻ സേവനത്തിന് ഇതര മത അനുയായികളുടെ സേവനം ഉറപ്പുവരുത്തിയതല്ല. ഹിജ്റ മുഹറമിലാണ് നമ്മളുള്ളത്, ഹിജ്റയുടെ മാസത്തിലാണ് നമ്മളുള്ളത്. ഹിജ്റയെക്കുറിച്ച് വേണ്ടതും വേണ്ടാത്തതുമായ ചർച്ചകൾ നടക്കുന്ന കാലഘട്ടത്തിലുമാണ് നമ്മളുള്ളത്. പ്രവാചകൻ ഹിജ്റ പോകാൻ നിശ്ചയിച്ചപ്പോൾ വഴികാട്ടിയായി നിശ്ചയിച്ചത് അബ്ദുല്ലാഹിബ്നു ഉറൈഖിൽ എന്ന ജൂതനെയാണ്. ഒരു ഹിജ്റക്ക് പോലും വഴികാട്ടിയായി പ്രവാചകൻ തെരഞ്ഞെടുത്തത് തനിക്ക് വിശ്വാസമുണ്ടെന്ന് തോന്നിയ, തന്നെ ഒറ്റുകൊടുക്കില്ല എന്ന് തോന്നിയ തന്റെ പരിചയത്തിൽപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉറൈഖിൽ എന്ന ജൂതനെ. അവിടെ മാത്രമാണോ നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും തൗർ ഗുഹയിൽ അഭയം തേടിയപ്പോൾ അവിടേക്ക് ഭക്ഷണം കൊണ്ടു എന്ന് കൊടുക്കാനുള്ള ചുമതല അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹക്കായിരുന്നു. ലാത്തുൻ നിതാഖൈൻ എന്ന പേര് റസൂലുള്ള നൽകിയ മഹദി തന്റെ അരപ്പട്ട, തന്റെ വസ്ത്രം അരയിൽ നിൽക്കാൻ വേണ്ടി കെട്ടിയിരുന്ന അരപ്പട്ട തുണി കൊണ്ടുള്ള അരക്കവചം കീറി റസൂലുള്ളാഹിക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും വേണ്ട ഭക്ഷണത്തിന്റെ പൊതി കെട്ടാൻ വേണ്ടി ഉപയോഗിച്ച തന്റെ വസ്ത്രം പോലും അവർക്ക് വേണ്ടി പാതി കീറി റസൂലുള്ളാഹിയെ സംരക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങിയ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹ. അവർ രാവിലെയും വൈകുന്നേരവും നടന്നുപോകുന്ന വഴി, ആ വഴിയിലെ മണൽപ്പരപ്പുകളിൽ പതിഞ്ഞ കാൽപ്പാടുകൾ മായ്ക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചത് ആരെയാണ്? അമുസ്ലിമായ, മുസ്ലിമല്ലാത്ത ആട്ടിടയനെ. എന്തേ അവർക്ക് ഇസ്ലാം, അവർ പഠിപ്പിച്ച ഇസ്ലാമിലൂടെയല്ലേ നമ്മൾ പോകുന്നത്? അവർ സ്വീകരിച്ചിട്ടില്ലേ മാനുഷികമായ സഹായങ്ങൾ? മദീനയിൽ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിനൊരു കൊച്ചു രാജ്യം സംജാതമായതിനു ശേഷം തന്നെയാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോകുന്നത്. മരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, റസൂലുള്ളാഹിയുടെ പടയങ്കി ഭക്ഷണ പദാർത്ഥം കടം വാങ്ങിയതിന് പണയം വെച്ചതായിരുന്നു ജൂതന്റെ അടുക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ബലാഉം ബറാഉം മനസ്സിലാകാതെ പോയി എന്നാണോ അഭിനവ മുഫ്തിമാർ പറയുന്നത്? അതോ റസൂലുള്ളാഹി പഠിപ്പിച്ച മാനുഷിക ബന്ധങ്ങളുടെ കാര്യത്തിൽ ഒരു ചെറിയ ഇടിവ് പോലും വരാൻ പാടില്ലാതെ കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ചെറിയ തീപ്പൊരികൾ പോലും വലിയ സ്ഫോടനങ്ങളായി മാറാൻ സാധ്യതയുള്ള സ്ഫോടനാത്മകമായ ഒരു ലോകത്ത് പറയുന്ന വാക്കുകളെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കാൻ ഇസ്ലാമിക പ്രഭാഷകന്മാരും ഇസ്ലാമിക വ്യക്തിത്വങ്ങളും മുസ്ലിം സമൂഹത്തിൽ അങ്ങാടികളിൽ ഇറങ്ങി നടക്കുന്ന ഓരോ ആളുകളും അതിജാഗ്രതയോടുകൂടി നമ്മൾ നമ്മുടെ മതത്തെ ബലി കൊടുക്കുന്നതിൽ നമുക്ക് പങ്കുണ്ടാകരുത്. നമ്മുടെ മതത്തിലേക്ക് ഒരാൾ കടന്നു വരാതിരിക്കാനുള്ള ചിന്തയുണ്ടാക്കുന്നതിൽ നമുക്ക് പങ്കുണ്ടാകരുത്. നമ്മുടെ മതത്തെ സാമൂഹ്യയുക്തമായ ഒരു മതമാണെന്ന് തീർച്ചപ്പെടുത്തുന്നതിൽ, മറ്റുള്ളവർക്ക് കൊണ്ട് അങ്ങനെ പറയിക്കുന്നതിൽ ഉള്ള പങ്കാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അതിനുള്ള ഉത്തരവാദിത്വവും അതിനുള്ള കുപ്പായവുമാണ് നമ്മൾ അണിയേണ്ടത്. അവിടെ നമുക്ക് വല്ല വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലൊന്നും നമ്മൾ അങ്ങനെ ഇറങ്ങേണ്ടതില്ല എന്ന് തോന്നുന്ന സാഹചര്യം നമുക്കുണ്ടെങ്കിൽ, രാഷ്ട്രീയത്തിലൊന്നും നമ്മൾ അങ്ങനെ തൊടേണ്ടതില്ല, അത് തൊട്ടുകൂടായ്മയാണെന്ന തോന്നൽ നമുക്കുണ്ടെങ്കിൽ, സാമൂഹികമായ നന്മയുടെ പ്രവർത്തനങ്ങളും രോഗാതുര ശുശ്രൂഷയുടെ രംഗത്തുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമൊന്നും എന്റെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന തോന്നലുണ്ടെങ്കിൽ, ആ തോന്നലിനെയാണ് പരിശുദ്ധ റസൂലിന്റെ ചര്യയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പുനർപരിശോധിക്കുകയും ഓരോ വിശ്വാസിയും അത്തരം രംഗങ്ങളിൽ തനിക്ക് ഇടപെടാവുന്ന രംഗങ്ങൾ ഏത് എന്ന് തിരിച്ചറിയുകയും അവിടെ പുതിയ വാതായനങ്ങൾക്ക് വേണ്ടി കാതോർക്കുകയും തുറന്നുകൊടുക്കുകയും ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു പഠനങ്ങളും ചിന്തകളും ആലോചനകളുമാണ് ഈ ഒരു സെമിനാറിലെ ഇത്തരമൊരു വിഷയം നമ്മൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് ഏറ്റവും കാലികമായി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ എഴുത്തുകളും അതിന്റെ പ്രഭാഷണങ്ങളും അതിന്റെ പുതിയ അവതരണങ്ങളും അതിശക്തമായി സമൂഹത്തിൽ പറയേണ്ടതിന്റെ സാഹചര്യം സമൂഹം നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ റസൂലിന്റെ ചരിത്രം കൂടുതൽ വായിക്കേണ്ട കാലഘട്ടമാണ്. മലയാള ഭാഷയിൽ തന്നെ 3 or 4 അതിലധികമോ പരിഭാഷകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ ചരിത്രങ്ങളുണ്ട്. കേട്ടാൽ മാത്രം പോരാ, നമ്മൾ വായിക്കണം. റസൂലുള്ളാഹിയുടെ ചരിത്രം നമ്മൾ വായിക്കണം. അതിലുണ്ട് മറുപടികൾ. ലോകത്തെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, ഓരോ ഈ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിലുണ്ട്. നൂറുൽ യഖീൻ എന്നതിന് മലയാളത്തിൽ പരിഭാഷയുണ്ട്. അതേപോലെ തന്നെ കാരുണ്യത്തിന്റെ തിരുദൂതൻ എന്ന പേരിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട വന്ധ്യവയോധികനായ പണ്ഡിതൻ അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂർ എഴുതിയ പരിഭാഷയുണ്ട്. ഇങ്ങനെ എത്രയോ പരിഭാഷകൾ റസൂലുള്ളാഹിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വിവിധ മത ഉപവിഭാഗങ്ങളിലെ പണ്ഡിതന്മാർ എഴുതിയ പരിഭാഷകളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം വാങ്ങി റസൂലിന്റെ ജീവിതത്തെ ഒന്നുകൂടി ആവർത്തിച്ച് വായിക്കുകയും ആ ജീവിതത്തിൽ നിന്ന് കറകളഞ്ഞ ചര്യകൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തുവെച്ച് പഠനവിധേയമാക്കുകയും ചെയ്യണം. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മതത്തിന്റെ ശരിയായ കൽപ്പനകൾ ശിരസാ വഹിച്ച് മുന്നോട്ടു പോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മതത്തിനും മതത്തിന്റെ ശരിയായ വിശ്വാസം അംഗീകരിച്ച് മുന്നോട്ടു പോകുന്ന ആളുകൾക്കുമെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ ഗൂഢാലോചനകളും പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുമുണ്ട്. അത്തരം ശ്രമങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവാണ് നമുക്ക് കാവലുള്ളത്. അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. സത്യം വ്യക്തമാവാനും സത്യത്തിന്റെ ആളുകൾക്ക് ദുരന്തപൂർണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകാതിരിക്കാനും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ്. അള്ളാഹുവെ, ഞങ്ങളെ നീ സഹായിക്കണമേ. അള്ളാഹുവെ, നിന്റെ മതത്തിനെതിരെ ഒളിഞ്ഞിരുന്ന് കുതന്ത്രം പണിയുന്ന ആളുകളുടെ കുതന്ത്രങ്ങളെ നീ ഇല്ലാതാക്കണമേ നാഥ. ഈ മതത്തിന്റെ ശക്തമായ ഒരു പ്രചരണം ഇവിടെ വരരുത് എന്ന് വിചാരിക്കുന്ന ആളുകളുടെ ശക്തിയെ നീ ഇല്ലാതാക്കണമേ നാഥ.
അവരുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.